എന്തെങ്കിലും കൊണ്ടുള്ള കട്ടി കട്ടി വീടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു കിട്ടിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ഫ്രീ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്തവരാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫ്ലേവർ ഓഫ് ലിക്കർ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള 2 ടൈപ്പ് ആൽക്കഹോളാണിത്. 1768 മുതൽ ഇതിവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ഒന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന്, അതായത് പാൻ വെച്ചിട്ട്, അതായത് നമ്മുടെ വെറ്റിലയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഫ്ലേവറിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലിക്കറാണിത്. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മഹാറാണി മഹാൻസാർ, അതാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം. 1768 മുതൽ ഇത് നിലവിലുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഫ്ലേവറോട് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അത് തന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് റോസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതും മഹാറാണി മഹാൻസാറിൻ്റെ 2 എന്താ പറയുക 1768 മുതലുള്ള 2 ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ഫ്ലേവറാണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് രാജസ്ഥാനിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഈ സംഭവം എന്ന് പറയുന്നത് മഹാറാണി മഹാൻസാറിൻ്റെ ഈ ലിക്കർ നമുക്ക് രാജസ്ഥാനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. രാജസ്ഥാനിൽ ഏത് വൈൻ ഷോപ്പിൽ ചെന്നാലും, അതായത് ലിക്കർ ഷോപ്പിൽ ചെന്നാലും നമുക്കൊരു 500 രൂപയ്ക്ക് ഈ സാധനം നമുക്കവിടെ കിട്ടുന്നതാണ്. പാമിൻ്റെ തന്നെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ താത്ത് വെക്കാണ്. നൈസിന് ഇതിൻ്റെ ഒന്ന് പൊട്ടിക്കാൻ നോക്കണേ. ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം. മതി 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 കുറച്ച് അധികമായി പോയോ? നമ്മുടെ ചെറിയൊരു വെറ്റിലയുടെ മണമൊക്കെ തന്നെയാണ് വരുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബ്രാൻഡി കഴിക്കുന്ന പോലെ അത്ര ഹെവി ആയിട്ട് എഫക്റ്റ് ഒന്നുമില്ല. നൈസാണ്. പിന്നെന്താ പറയുക, ആ ഒരു ചെറിയൊരു ലീഫിൻ്റെ ഒരു കുത്തലുണ്ട്. അതായത് നമ്മൾ വെറ്റിലയൊക്കെ നന്നായിട്ട് കയ്യിൽ വെച്ച് തിരുമ്മി എടുത്തിട്ട് നമ്മൾ മണപ്പിക്കുമ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ ആ ചണ്ടിയായിട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ നാട്ടിൽ ചവയ്ക്കുമ്പോഴുള്ളൊരു ഫ്ലേവറൊക്കെയാണ് ഇതിനുള്ളത്. പക്ഷെ കൊള്ളാം, നൈസാണ്, പൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുപ്പി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തേക്കാം. പാമിൻ്റേതായിട്ടുള്ള ആ ഒരു ലിക്കർ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വേറൊരു ലിക്കർ ഉണ്ട് കേട്ടോ. നമ്മൾ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ റോസ് കൊണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, റോസിൻ്റെ ഫ്ലേവറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിക്കറാണിത്. അപ്പോൾ ഇതിൻ്റെ കുപ്പിയുടെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഷേപ്പുള്ള ഒരു കുപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി കാണാൻ വേണ്ടി അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിലൊക്കെയുള്ള ഒരു കുപ്പി തന്നെയാണത്. അപ്പോൾ ഒരുപാട് ഹാർഡൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും കുറച്ച് നല്ല കട്ടിയൊക്കെ ഉള്ള ഗ്ലാസ് കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് കട്ടിയൊന്നുമില്ല. എന്താ പറയുക, കുറച്ച് കട്ടിയൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണിത്. പക്ഷേ നല്ല ഷേപ്പാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റോസാപ്പൂവിൻ്റെ ഒരു കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നേ. പിന്നെ മണം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പനിനീരിൻ്റെ തന്നെ മണം നോക്കാം. ഏതാണ്ട് ഒരു പനിനീരിൻ്റെ ചെറിയൊരു മണമുണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് ഓവറല്ല, അതുകൊണ്ട് തന്നെ നാച്ചുറലാണ് എന്നുള്ളത് വിശ്വസിക്കാം. ഈ ബോട്ടിലും അതേ ഒരുപാട് വലിയൊരു മണം പോലെയല്ല, ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു മണമാണ്. അതായത് നമ്മൾ പനിനീര് എങ്ങനെയാണ് നമ്മൾ കയ്യിലെടുത്തിട്ട് മണപ്പിക്കുന്നത് അതേപോലെ സെയിം മണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കാം കേട്ടോ. പിന്നെ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. നല്ലൊരു മണമൊക്കെ ഉണ്ടേ, കഴിച്ചോട്ടെ. എന്തെങ്കിലും കൊണ്ടുള്ള കട്ടി കട്ടി വീടുണ്ട്. പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 2 ബോട്ടിലും ട്രൈ ചെയ്ത് നോക്കി. 2 ബോട്ടിലും ട്രൈ ചെയ്ത് നോക്കിയതിനകത്ത് എനിക്ക് കുറച്ച് എരിച്ചിലും പൊച്ചിലും ഒക്കെ കുത്തലും ഒക്കെ കൂടുതലുള്ളതായിട്ട് തോന്നിയത്, നെഞ്ചരിഞ്ഞറിയുന്ന പോലെ തോന്നിയത് ഈ ഒരു ബോട്ടിൽ കഴിക്കുമ്പോഴാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബോട്ടിൽ ഇത് പാമ്പിൻ്റെ ഇത് വെച്ചിട്ട് മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവറോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ ഹെർബ്സ്, അതുപോലെ തന്നെ സ്പൈസസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് ഇത്രയും വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിൻ്റെയാണ് ആ ഒരു മസാലാസിൻ്റെ ഒക്കെ ഒരു കുത്തലാണ് നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് കണ്ടിട്ട് അനുകരിക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്. A few moments later.